ഗൾഫിലെ സംഘർഷത്തെ തുടർന്ന് നിർത്തലാക്കിയ വ്യോമഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അബുദാബിയിൽ നിന്നുള്ള വിമാനം കൊച്ചിയിലെത്തി. ഡാനിപോൾ റിപ്പോർട്ടിലാണ്. യുദ്ധത്തെ തുടർന്ന് ഗൾഫ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി അത് വ്യോമഗതാഗത മേഖലയിൽ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കേരളത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ, അതായത് വിവിധ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള സർവീസുകളെല്ലാം തന്നെ അത് സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു. ഒരിടത്തേക്കും ഗൾഫ് മേഖലയിലേക്ക് സർവീസ് തുടങ്ങാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് തന്നെയാണ്. അവിടുന്ന് തിരിച്ചും സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 70ഓളം സർവീസുകളാണ് ഇത്തരത്തിൽ റദ്ദ് ചെയ്തിരുന്നതെങ്കിൽ ഇന്നത് 50 സർവീസോളം ആയിരിക്കുന്നു. 25ഓളം വിമാനങ്ങൾ ഇവിടെ നിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ളത് റദ്ദ് ചെയ്തിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ നിന്ന് ഇവിടേക്ക് എത്തേണ്ട ഏതാണ്ട് 24ഓളം വിമാനങ്ങളും റദ്ദ് ചെയ്തതായിട്ട് സിയാൽ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് ഒരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിലേക്ക് അനുഭവപ്പെട്ടിരുന്നത്. അവിടെ കുടുങ്ങിപ്പോയ യാത്രക്കാരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി എത്തിഹാദ് എയർവേസിന്റെ വിമാനമാണ് ഇവിടേക്ക് എത്തിയത്. അത് ഡൽഹിയിലേക്കും സർവീസ് നടത്തിയിരുന്നു, കൊച്ചിയിലേക്കും സർവീസ് ഉണ്ടായിരുന്നു. ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഈ സന്ദർശക വിസയിലും മറ്റും അവിടെ എത്തി കുടുങ്ങിപ്പോയ യാത്രക്കാർ, അവരെ യാത്ര നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നതാണ്. അവരുടെ യാത്രയ്ക്കാണ്, അങ്ങനെയുള്ള നീക്കങ്ങൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകിക്കൊണ്ട് അങ്ങനെ ഭാഗികമായ രീതിയിലുള്ള ഒരു പുനഃക്രമീകരണമാണ് ഉണ്ടായിരുന്നത്. അതും വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അത് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളെല്ലാം അതിന് വേണ്ടി വരുന്നു. യാത്രക്കാരെ അറിയിച്ചതിന് ശേഷം അവർ മാത്രം എത്തുന്ന രീതിയിലേക്കെല്ലാമാണ് ഗൾഫ് മേഖല അത്തരം ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മസ്കറ്റ് കേന്ദ്രീകരിച്ചുള്ള സർവീസുകൾ ആരംഭിക്കുന്നതായിട്ട് ചില കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം തന്നെ ഒരു പൂർത്തീകരണം വരേണ്ടതുണ്ട്. കൺഫർമേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതിന് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുക തന്നെയാണ്. മറ്റൊരയവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴുമുള്ളത്. യാത്രക്കാർ വലിയ രീതിയിലുള്ള വൈഷമ്യങ്ങൾ നേരിടുന്നു. ജോലിക്ക് പോകേണ്ടവർ, അതോടൊപ്പം തന്നെ തിരിച്ച് നാട്ടിലേക്ക് എത്തേണ്ടവർ, ഇതെല്ലാം തന്നെ വളരെ തീർത്തും ബുദ്ധിമുട്ടിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടാകുന്നു. അതോടൊപ്പം തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ പോകേണ്ടവർ പലരും തന്നെ നമ്മൾ ഈ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആ ഒരു എയർ സ്ട്രിപ്പിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർക്കൊന്നും ഈ യാത്രയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ വിദേശ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ, വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ പല ഭാഗങ്ങളായി വിവിധ ഇടങ്ങളിലായിട്ട് കുടുങ്ങിക്കിടക്കുന്നു. ഈ ഒരു പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും, എപ്പോഴാണിത് മറികടന്ന് മുന്നോട്ട് പോകാനാകുക എന്നൊന്നും ആർക്കും ഒരു ഉത്തരം നൽകാനില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അടക്കം നീങ്ങുകയാണ്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അബുദാബിയിൽ നിന്നുള്ള വിമാനങ്ങൾ കൊച്ചിയിലെത്തിയത്. ഡാനിപോളാണ് വിശദാംശങ്ങൾ നൽകിയത്.